ആ പൈസ എനിക്ക് വലിയൊരു എമൗണ്ടാണ്. എന്നെപ്പോലെ വേറെ ആരെങ്കിലും പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇത് എത്തേണ്ടവരിൽ എത്തുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി കഴിഞ്ഞ മാസം 25-ാം തീയതി, അതായത് ജൂൺ 25-ാം തീയതി ഞാൻ 2 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വിയ റെഡ് ബസ്. KSRTC AC മൾട്ടി ആക്സലിലായിരുന്നു ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ സർവീസ് നമ്പർ 1211 അപ്പോൾ എൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ആലുവ ബൈപ്പാസിൽ നിന്നായിരുന്നു. അപ്പോൾ ആലുവ ബൈപ്പാസ് ടു കാസർഗോഡായിരുന്നു എൻ്റെ ജേണി. അപ്പോൾ ബോർഡിംഗ് ടൈം എന്ന് പറയുന്നത് 7:35 അപ്പോൾ നമ്മളൊരു ഹാഫ് ആൻ അവർ പ്രിയർ, എനിക്കൊന്ന് ഒരു 6:45 6:50 ആയപ്പോഴത്തേക്കും നമ്മൾ ആലുവ ബൈപ്പാസിൻ്റെ അവിടെ എത്തി. അതിനുശേഷം നമ്മളുടെ ഓപ്പറേറ്ററിൻ്റെ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തു. ഓപ്പറേറ്ററിൻ്റെ പേര് അതിൻ്റെ അകത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ 2ാമത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്തപ്പോഴാണ് കിട്ടിയത്. അപ്പം ഞാനായിരുന്നില്ല കോൺടാക്ട് ചെയ്തത്, എൻ്റെ ഹസ്ബൻഡായിരുന്നു കോൺടാക്ട് ചെയ്തത്. ഐ വാസ് ഇൻ ദെയർ അറ്റ് ദാറ്റ് ടൈം. ഞാൻ വാഷ്റൂമിൽ എന്തോ പോയിരിക്കുമായിരുന്നു. അങ്ങനെ പുള്ളി കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്കും പറയുവാണ് അന്ന് ബസ് സർവീസ് നടത്തുന്നില്ല എന്നുള്ളത്. അതായത് അന്ന് കായംകുളത്ത് വെച്ചെന്തോ അവരുടെ ബസ് ബ്രേക്ക് ഡൗൺ ആയി. സോ അന്ന് സർവീസ് ഉണ്ടായിരിക്കില്ല എന്നുള്ളത് നമ്മൾ വിളിക്കുമ്പോഴത്തേക്കുമാണ് ഇത് പറയുന്നത്. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇങ്ങനെ ബസ് ഇല്ല, എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക് ഡൗൺ ആയി. അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പം ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ്സ് എന്തെങ്കിലും അവർ നമുക്ക് തരുമോ? ആൻഡ് ഹി വാസ് ലൈക്ക് ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു അതെന്തുകൊണ്ടില്ല? എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അവർ പ്രിയറായിട്ട് നമ്മളെ അറിയിക്കണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് തരണം. എന്നിട്ട് ഞാൻ ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തു. ജസ്റ്റ് ഒരു 29 സെക്കൻഡ് എന്താണ് ഞാൻ സംസാരിച്ചത്. ഞാനിങ്ങനെ വിളിച്ചിട്ട് എന്തുകൊണ്ട് നേരത്തെ വിളിച്ചില്ല എന്നുള്ളത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കോൺടാക്ട് ചെയ്തത്. പക്ഷേ ഹി വാസ് ലൈക്ക് എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇങ്ങനെ നമ്മളൊരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറയുകയാണ് ഇന്ന് ബസ് സർവീസ് ഇല്ല. എന്നാന്ന് വെച്ചാൽ കായംകുളത്ത് വെച്ചിട്ട് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. അപ്പം ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് മുന്നേ അറിയിക്കാൻ? അപ്പം അയാൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ ഇപ്പം അങ്ങോട്ടേക്ക് വിളിക്കാനിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഓക്കെ ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ്സ് എന്തെങ്കിലും? ഇല്ല, അത് നിങ്ങൾ തനിയെ നോക്കിക്കോണം, നമ്മൾക്ക് അങ്ങനെ ഇല്ല. പക്ഷേ വിതിൻ 2 ഡേയ്സ് പൈസ റീഫണ്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ട്രെയിൻ ടിക്കറ്റ് നോക്കി. ട്രെയിൻ അവൈലബിൾ ആയിരുന്നില്ല ഒന്നും. ആലുവയിൽ നിന്നും എറണാകുളം ജംഗ്ഷനിൽ നിന്നും ഓക്ക എക്സ്പ്രസ് എന്ന് പറയുന്നൊരു ട്രെയിൻ ഉണ്ടായിരുന്നു. അത് 8:35 ആലുവയിലെത്തും. അങ്ങനെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടായിരുന്നു പോയത്. അത് നമ്മളുടെ കാര്യം. ബിക്കോസ് എനിക്ക് ആ ഡെസ്റ്റിനേഷനിൽ എൻ്റെ അവിടെ കാസർഗോഡ് എത്തിയേ പറ്റുള്ളായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 2 ഡേയ്സ് കഴിഞ്ഞു. വെൻസ്ഡേ ആയിരുന്നു നമ്മൾ പോയത്. അത് കഴിഞ്ഞ് ഫ്രൈഡേ ആയപ്പോഴത്തേക്ക് ഞാൻ അക്കൗണ്ട് ബാലൻസ് നോക്കി. അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കി. പക്ഷെ ക്രെഡിറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ പിന്നെയും ഇയാളെ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ കോള് കണക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ റെഡ് ബസ്സിൽ കസ്റ്റമർ കെയറിനോട് കുറച്ച് സംസാരിച്ചു. എന്ന് വെച്ചാൽ 2-3 പേരോട് സംസാരിച്ചു. ആദ്യം സംസാരിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് വിതിൻ 7 ഡേയ്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം, എന്തായാലും ക്രെഡിറ്റ് ആവും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഞാൻ 7 ഡേയ്സ് വെയിറ്റ് ചെയ്തു. പക്ഷേ 7 ഡേയ്സ് കഴിഞ്ഞിട്ടും ക്രെഡിറ്റ് ആയില്ല. അതിനുശേഷം ഞാൻ വീണ്ടും റെഡ് ബസ്സിലെ കസ്റ്റമർ കെയറിനോട് സംസാരിച്ചു. ആൻഡ് അതായത് ചാറ്റ് വിയായും സംസാരിച്ചു, കോൾ ത്രൂവും നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇവർ പറയുന്നത് KSRTC, അതായത് അവർ പറയുന്ന അന്ന് സർവീസ് ഉണ്ടായിരുന്നു, ബസ് ഓടിയിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് അത്രേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ പോയിട്ടില്ല, ഞങ്ങളോട് പറഞ്ഞ ബ്രേക്ക് ഡൗൺ ആണെന്നാണ്, അന്ന് സർവീസ് ഇല്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ അപ്പോൾ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞത് ഇല്ല എന്നാണ്. സോ അപ്പോൾ ഞങ്ങൾ കള്ളം പറയുവാണെന്നാണോ നിങ്ങൾ പറയുന്നതെന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ അങ്ങനെയല്ല പറയുന്നത്, നമ്മളോട് ഇങ്ങനെയാണ് ഇൻഫോം ചെയ്തത്, നമുക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഇവർ പറഞ്ഞു. അപ്പോൾ എനിക്കറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അന്നേ ദിവസം ഞാൻ പറഞ്ഞ 25-ാം തീയതി, അതായത് ജൂൺ 25-ാം തീയതി ഈ ബസ്സിൽ ആരെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞ KSRTC മൾട്ടി ആക്സൽ AC മൾട്ടി ആക്സൽ സർവീസ് നമ്പർ 1211, ഇതിൽ ആരെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്നെന്നെ ദയവ് ചെയ്ത് ഇൻഫോം ചെയ്യുക. ഞാൻ എൻ്റെ മെയിൽ ID താഴെ കൊടുക്കുക, അല്ലെങ്കിൽ കമൻറ്റിലായാലും പറഞ്ഞാൽ മതി. അപ്പോൾ എനിക്കിതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ്, എന്തുകൊണ്ടാണ് എനിക്കന്ന് യാത്ര ചെയ്യാൻ പറ്റാഞ്ഞത്. അതേപോലെ തന്നെ ചിലപ്പം എന്നെപ്പോലെ തന്നെ വേറെ ആൾക്കാർക്കും സംഭവിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം. അവർക്ക് ഇതിൻ്റെ പുറകെ നടക്കാൻ കഴിയാലഞ്ഞിട്ട് അവർ ചിലപ്പം
ഒന്നും ചെയ്യാത്തതായിരിക്കാം, കംപ്ലൈൻറ്റ് ചെയ്യാത്തതായിരിക്കാം, എനിക്കറിയില്ല എത്ര പേർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ഇതേപോലെ ഇന്നേ ദിവസം ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യുക. ഞാൻ എന്തായാലും ഇത് ലീഗലി മൂവ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതും അതേപോലെ തന്നെ കോള്, അതായത് എൻ്റെ കോൾ റെക്കോർഡിങ്സ് ഒന്നും ഇല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നില്ല ഇങ്ങനെ ഒരു സംഭവം നടക്കും എന്നുള്ളത്. സോ കോൾ റെക്കോർഡിങ്സ് ഒന്നും ഇല്ല, പക്ഷേ കോള് ചെയ്തതിൻ്റെ ഹിസ്റ്ററി ഇല്ലേ അതുണ്ടാവും. അത് ഞാൻ എന്തായാലും അറ്റാച്ച് ചെയ്യാം. അതേപോലെ തന്നെ ഞാൻ ട്രെയിനിന് പോയ, അതായത് ട്രെയിൻ ടിക്കറ്റും എല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്യുന്നതാണ്. ആ പൈസ എനിക്ക് വലിയൊരു എമൗണ്ടാണ്. അപ്പം ചെറുതോ വലുതോ ആയിക്കോട്ടെ, നമ്മളെ പറ്റിക്കുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. സോ എന്നെപ്പോലെ വേറെ ആരെങ്കിലും പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നെ ഒന്ന് ഇൻഫോം ചെയ്യുക. ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ എൻഡിൽ എൻ്റെ കയ്യിലുള്ള എല്ലാ പ്രൂഫും ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി പ്രൂഫ് ആവശ്യമുണ്ട്. എന്നാൽ ബസ് സർവീസ് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെ ഒരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നെ എന്തായാലും ഒന്ന് ഇൻഫോം ചെയ്യുക. താങ്ക് യു. ഞാനിത് ആരിലേക്കാണ് എത്തിച്ചേരണമെന്ന് വിചാരിക്കുന്നത്, അവരിലേക്ക് ഇത് എത്തിച്ചേരുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇത് ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല സംസാരിക്കുന്നത്, ഓരോ സാധാരണക്കാരന് വേണ്ടിയുമാണ് ഞാനിത് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രശ്നം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എനിക്കിത് എവിടെയാണ് വേറെ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പോൾ റെഡ് ബസ്സിലുള്ള ആൾക്കാരെയും കോൺടാക്ട് ചെയ്തു, അതേപോലെ തന്നെ നമ്മുടെ KSRTC ബസ് ഓപ്പറേറ്ററിനെയും കോൺടാക്ട് ചെയ്തു. പക്ഷേ എനിക്കിതിനുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു മറുപടി ലഭിച്ചിട്ടില്ല. മാത്രമല്ല ഇതിൻ്റെ ഫേർദർ നടപടികൾ, അതായത് ഞാൻ ആ ബസ്സിൽ യാത്ര ചെയ്തിട്ടില്ല. എന്നോട് അദ്ദേഹം പറഞ്ഞത് അന്നേ ദിവസം ആ ബസ് ബ്രേക്ക് ഡൗൺ ആണ്, അന്ന് സർവീസ് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ റീഫണ്ട് തിരിച്ചു തരിക. അതേപോലെ തന്നെ എന്നെപ്പോലെ തന്നെ കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും അത് തിരിച്ചു കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്.